അപ്പോൾ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് വീഡിയോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ നെയ്ബേഴ്സ് പെരുന്നാളിന് നമുക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സൗദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ സൈഡിലെ സ്ട്രീറ്റ്സിലൊക്കെ ഇങ്ങനെ മുട്ട ഐറ്റംസ് ഒക്കെ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ഫസ്റ്റ് അനുഭവമാണ്. അങ്ങനെ നാളെ കുറച്ച് മിഠായി തന്നിട്ടുണ്ട്. മിഠായിയും ബാക്കി കുറേ ഐറ്റംസും വെറൈറ്റി ഉണ്ട്. അങ്ങനെ നമ്മുടെ നെയ്ബേഴ്സ് എന്ന് പറയുന്ന ഒരു യമൻ ഫാമിലിയാണ്. നല്ല സ്നേഹമാണ്. നമ്മുടെ നാട്ടിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നല്ല സ്നേഹമുള്ള ഒരു ഫാമിലിയാണ്. എന്ത് ആവശ്യത്തിനുണ്ടെങ്കിലും ഫുഡാണെങ്കിലും അങ്ങോട്ട് കൊടുക്കാനാണെങ്കിലും ഇങ്ങോട്ട് തരാനാണെങ്കിലും ജസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ ഒരു വൈബ് തന്നെയാണ് അവരുമായിട്ടുള്ളത്. പിന്നെ എങ്ങനെ സംസാരിക്കുമെന്ന് വെച്ചാൽ ഞങ്ങൾ അവർക്ക് അങ്ങനെ വേറെ ലാംഗ്വേജ് അറിയത്തില്ല. വാട്സപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലാംഗ്വേജ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ നമുക്ക് ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരും അതാണ് അറബി ടൈപ്പ് ചെയ്യും, എനിക്ക് ഇംഗ്ലീഷിൽ വരും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ഒരുവിധം ഞങ്ങൾ തമ്മിൽ കോൺടാക്ട് ചെയ്യുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നതിനൊക്കെ. അല്ലാതെ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല, എനിക്ക് പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല. പിന്നെ കുറേ കാര്യങ്ങൾ ആംഗ്യ ഭാഷകളിലൂടെയൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചീറ്റോസ് ടൈപ്പ്, നമ്മുടെ നാട്ടിലത്തെ ചീറ്റോസ് ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഈ ഐറ്റം ഒന്നും കഴിച്ചിട്ടില്ല. അല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ് ഞാൻ ഇവിടെയും വാങ്ങിച്ച് കഴിക്കാറുള്ളത്. അറബിക് ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. പിന്നെ സെക്കൻഡ് വൺ ഇത് കണക്കത്തുള്ള ഒരു ചീറ്റോസ് ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. പൊട്ടിച്ച് ഞങ്ങൾ നോക്കിയിട്ടില്ല. ജസ്റ്റ് ക്രഞ്ചി പോലുള്ള ആണെന്ന് തോന്നുന്നു തൊട്ട് നോക്കിയിട്ട്. പിന്നെ നമ്മുടെ മിഠായി ചോക്ലേറ്റ്. പിന്നെ ഉള്ളത് കുഞ്ഞു ബിസ്ക്കറ്റ്, മോനുള്ള കുഞ്ഞു ബിസ്ക്കറ്റ്. പിന്നെ വേറൊരു കവറുണ്ട്, എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതിനകത്ത് ലവ്ചിഹ്നത്തിൻ്റെ ലോലിപോപ്പ്. പിന്നെ ഒരു കുഞ്ഞു ടാബ്ലറ്റ് കണക്കത്തെ, എനിക്ക് തോന്നുന്നു ഇത് മിഠായിയാണ്, ടാബ്ലറ്റ് കണക്കത്തെ ഒരു മോഡലാണ്. അത് കറക്റ്റ് നമ്മുടെ നാട്ടിലത്തെ മരുന്നിൻ്റെയൊക്കെ കളേഴ്സും കാര്യങ്ങളുമാണ്. പിന്നെ ഒരു ഗം ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മുടെ ഓർബിറ്റൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഇല്ലേ, ആ മോഡൽ ഐറ്റം ആണത്. അങ്ങനെ ഇതിനകത്ത് ഇത്രയാണുള്ളത്. ബാക്കി ഇനി വേറെ. പിന്നെ വീണ്ടും ഈ ഐറ്റം. അത് കഴിഞ്ഞിട്ട് ഇതൊന്നും ക്രഞ്ചി ഐറ്റം അങ്ങാണ്ടാണ്, ചീറ്റോസ് ടൈപ്പ് തന്നെയാണ് തൊട്ട് നോക്കിയിട്ട്. പിന്നെ വരുന്നത് ഇത് കണക്കത്തെ ടോഫിക് സ്റ്റിക്ക് എന്ന് പറയുന്നൊരു മിഠായിയാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റം ആണതും. പിന്നെ ഉള്ളത് ലോലിപോപ്പ്. 2-3 ഐറ്റംസും കൂടെ ഉണ്ടായിരുന്ന ലോലിപോപ്പ് എൻ്റെ മോൻ തിന്ന് നിർത്തിയാണ്. ഇടയ്ക്ക് ബഹളം കുടുംബം കളിക്കാൻ കൊടുക്കും, അപ്പോഴത്തേക്ക് എല്ലാം കൂടെ വാരി വലിച്ചിട്ടൊരു നിരത്തലുണ്ട്, അതിൽ പോയതാണ്. പിന്നെ ബാക്കി സ്നിക്കേഴ്സ്. പിന്നെ സ്നിക്കേഴ്സ് ഇഷ്ടമുള്ളവർ പറയണേ, എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. പിന്നെ ഈ ഒരു മുട്ടായം. പിന്നെ ഉള്ളതാണ് മോന് വേണ്ടിയിട്ടുള്ള സെക്ഷൻ, കിഡ്സ് സെക്ഷൻ്റെ ഒരു ഇത്. ഇതിനകത്ത് ഒരു കുഞ്ഞു ബിസ്ക്കറ്റ് ഉണ്ട്. ഇനി മോൻ നിരത്തി വാരി ഇട്ടപ്പോൾ അതിൽ നിന്ന് പോയതാണോ എന്ന് അറിയത്തില്ല നേരത്തെ ആ കുഞ്ഞു ബിസ്ക്കറ്റ്. പിന്നെ ഇതിനകത്തും ലോലിപോപ്പ്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ജെല്ലീസ് ഇല്ലേ, മുട്ടായി വേറെ ഉണ്ട്, ജെല്ലീസ്. അതിൻ്റെ 3 ടൈപ്പ് ജെല്ലീസ് ഉണ്ട്. പിന്നെ ഉള്ളതല്ല നമ്മുടെ നാട്ടിൽ സ്ട്രോബെറി, നാട്ടിലല്ല എൻ്റെ വാപ്പ ഗൾഫിനൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞ് സ്ട്രോബെറി മുട്ടായിസൊക്കെ കൊണ്ടുവരുമായിരുന്നു. നല്ല ടേസ്റ്റാണ്. എനിക്ക് പ്രത്യേകിച്ച് സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. എനിക്കിവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനൊരു എന്താ പറയുന്നത്, ഒരു പുതുമ പോലെ നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ നമുക്ക് നാട്ടിലല്ലാതെ നമ്മൾ സാധാരണ പൈസ കൊടുക്കും. അങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാം എന്ന് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.